ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളി ഒരു ഐറ്റം നമുക്കിന്ന് തയ്യാറാക്കിയെടുക്കാം. അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല, അധികം സമയമൊന്നും വേണ്ട. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റാണ്. മീഡിയം സൈസ് ക്യാരറ്റാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ചേർത്ത് അതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഈ പച്ച കുത്തൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ക്യാരറ്റ് വരുന്ന സമയം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളെന്നുള്ള ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുതേ. ഇപ്പോൾ ക്യാരറ്റൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയുടെയൊക്കെ അളവ് നിങ്ങളുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളെടുക്കുന്ന ക്യാരറ്റിൻ്റെയൊക്കെ അളവനുസരിച്ച്. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയം പാല് ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പം നമ്മൾ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഏലക്കയാണ് ഞാൻ ചേർത്തത്. പിന്നെ ഞാനിതിലേക്ക് ഡേറ്റ്സും നട്ട്സും എല്ലാം ഒന്ന് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത്, പിന്നെ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം പാലിൽ കലക്കി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം മതി. ഇനി ആ കോൺഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വരുന്നിടം വരെ ഒരു 4-5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഐറ്റം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാം. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. പാലും ക്യാരറ്റും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ഐറ്റം. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി ഇനിയും ഞാൻ വരുന്നതാണ്. അതുവരെയും ബൈ ബൈ.